ഉറുദി പ്രഭാഷണത്തിന് വേണ്ടി അഷ്ടദിക്കുകളിൽ നിന്ന് പല ഭാഗങ്ങളിൽ നിന്നും കൊച്ചു കൊച്ചു മുതാലിമീങ്ങൾ വരും. 1-2 മിനിറ്റ് ആയിരിക്കാം അവർ സംസാരിക്കുന്നത്. എന്നാലും നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന എന്തെങ്കിലും ഒരു പോയിന്റ് നമ്മുടെ മനസ്സിൽ കുടുങ്ങാതിരിക്കുകയില്ല. അതാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലൂടെ പ്രദക്ഷിണം ചെയ്താൽ പല പോയിന്റുകളും കിട്ടുന്ന ഒരു പോയിന്റ് ഏതാണ്? എത്ര ചെറിയ ആളിൽ നിന്നും ഇൽമു കേൾക്കാനുള്ള വലിയ വിനയം, സിംപ്ലിസിറ്റി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സമാധാനപൂർണമായ ഭരണത്തിൽ സന്തോഷം പറയാൻ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. അതാ ഒരു ടീം, ഹിജാസിൽ നിന്നൊരു ടീം വന്നു. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് സംസാരിക്കാൻ വേണ്ടി ഒരു ചെറിയ കുട്ടിയെ മുന്നോട്ടേക്ക് തള്ളി. ആ കുട്ടി സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, മഹ്ലൻ യാ ഗുലാം ലിയതകല്ലം മൻ ഹുവ അസന്നു മിൻ ഫഇന്നഹു ഔലാ ബിൽ കലാം. സംസാരം നിർത്തുമോനെ, നിന്നേക്കാളും പ്രായമുള്ളവർ നിന്റെ കൂടെയില്ല, അവരല്ലേ സംസാരിക്കേണ്ടത്? പ്രായം കുറഞ്ഞ നീയാണോ സംസാരിക്കുന്നത് എന്ന് ആ ചെറിയ കുട്ടിയോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉപദേശിച്ചപ്പോൾ ആ ചെറിയ കുട്ടി 9-10 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് തിരിച്ചങ്ങോട്ട് പറഞ്ഞു, മഹ്ലൻ യാ അമീറൽ മുഅ്മിനീൻ ലൗ കാന അൽഇതിബാറു ബിസിൻ ലകാന ഫീ ഹാദിഹിൽ അസന്നു മിൻക. ഓഹോ, പ്രായമാണല്ലേ സംസാരത്തിന്റെ മാനദണ്ഡമായി നിൽക്കുന്നത്? അങ്ങനെയെങ്കിൽ നിങ്ങളെക്കാളും പ്രായമുള്ള എത്രയോ ആളുകൾ ഈ സമുദായത്തിലുണ്ട്. അവരല്ലേ ഭരണച്ചെങ്കോല് വഹിക്കേണ്ടത്? അവരല്ലേ അധികാരദണ്ഡ് വഹിക്കേണ്ടത്? പിന്നെന്തിനാണ് നിങ്ങൾ ഈ അധികാര കസേരയിൽ ഇരിക്കുന്നത്? ഉമർ റളിയല്ലാഹു അൻഹുവിനോടുള്ള ഉരുളക്കുപ്പേര് ചോദ്യം ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയെടുത്തു. ഇതല്ല കഴമ്പുള്ള കുട്ടിയാണ്, നല്ല മരുന്നുള്ള കുട്ടിയാണ്, ഉപയോഗപ്പെടുത്തണം. ആ കുട്ടിയോട് വലിയ ഉമർ ചെറിയ കുട്ടിയിൽ നിന്ന് ചോദിക്കുന്നുണ്ട്, ഇൻസഹ്നി നസീഹ, നല്ല ഉപദേശം താ, നല്ല ഉപദേശം താ, എന്ത് ഉപദേശവും ആയിക്കോട്ടെ, നല്ല ഉപദേശം താ. ആ സമയത്ത് 9 അല്ലെങ്കിൽ 10 വയസ്സ് മാത്രം പ്രായമുള്ള ആ ചെറിയ കുട്ടി ഉപദേശിക്കുന്നു, ഇന്നമൽ മർഉ ബിഅസ്ഗറൈഹി ബിലിസാനിഹി വഅഖ്ലിഹി ഫഇദാ മനഹല്ലാഹുൽ അബ്ദ ഖൽബൻ ഹാഫിള വലിസാനൻ ലാഫിള ഫഖദ് ഇസ്തജാദ ലഹുൽ ഹില്യ. ഒരു മനുഷ്യനായി പരിഗണിക്കപ്പെടുന്നത് 2 ചെറിയ കാര്യങ്ങളെ കൊണ്ടാണ്. ഇൽമു സൂക്ഷിച്ചു വെക്കുന്ന മനസ്സുകൊണ്ടും ഇൽമു പ്രതിപാദിക്കുന്ന നാക്കുകൊണ്ടും. ഇത് രണ്ടും ആർക്കെങ്കിലും ലഭിച്ചാൽ ലോകത്തെ കോടീശ്വരനാണ് അയാൾ, ലോകത്തെ വലിയ സമ്പന്നനാണ് അയാൾ. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആ 9 അല്ലെങ്കിൽ 10 വയസ്സ് മാത്രം പ്രായമുള്ള ചെറിയ കുട്ടി ഒരു വലിയ ഉപദേശമായി സമർപ്പിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവിനെ പൂതി തീർന്നില്ല. മോനെ, ഇനിയും വേണം ഉപദേശം, ഈ വാക്കുകൊണ്ട് മാത്രം എനിക്ക് പൂതി തീർന്നില്ല, എനിക്ക് ഇനിയും വേണം ഉപദേശം. ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ആ ചെറിയ കുട്ടി വീണ്ടും ഉപദേശിക്കുന്നു, ഇന്ന ഉനാസൻ ഖദ് ഗറഹും ഹിൽമുല്ലാഹി അൻഹും വതൂലു അമലിഹിം വഹുസ്നു സനാഇൻ നാസി അലൈഹിം ഫലാ യഗുറന്നക ഹിൽമുല്ലാഹി അൻക വതൂലു അമലിക വഹുസ്നു സനാഇൻ നാസി അലൈക ഫതസില്ല ഖദമുക. ആ ഉപദേശങ്ങൾ ഇങ്ങനെ നീണ്ടു പോകുന്നു. വലിയ ഉമർ ചെറിയ കുട്ടിയിൽ നിന്ന് ഇൽമു കേൾക്കാനും പഠിക്കാനും ഉൾക്കൊള്ളാനും കാണിക്കുന്ന ഔത്സുക്യം എത്രമാത്രം അത്ഭുതകരമാണ്. എല്ലാം കേട്ടുകഴിഞ്ഞപ്പോൾ ആ ചെറിയ കുട്ടിയെ സാക്ഷി നിർത്തി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ജനങ്ങളോട് പറഞ്ഞു, തഅല്ലം ഫലൈസൽ മർഉ യൂലദു ആലിമാ ഫലൈസാഹു ഇൽമിൻ കമൻ ഹുവ ജാഹിലു ഫഇന്ന കബീറൽ ഖൗമി ലാ ഇൽമ ഇൻദഹു സഗീറുൻ ഇദൽ തഫത്ത് അലൈഹിൽ മഹാഫിലു. നന്നായി പഠിക്കണം, കഠിനാധ്വാനം ചെയ്ത് പഠിക്കണം. ആരും പണ്ഡിതന്മാരായി ജനിക്കുന്നില്ല. ജീവിതത്തിലെ കഠിനാധ്വാനം കൊണ്ടാണ് എല്ലാവരും പണ്ഡിതന്മാരാകുന്നത്, അറിവാളന്മാരായി തീരുന്നത്. അറിവില്ലാത്തവന് സദസ്സിൽ മേളിച്ചാൽ സ്വയം എളിഭ്യനായി മാറുന്നത് അവൻ അനുഭവപ്പെടും എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചെറിയ കുട്ടിയിൽ നിന്ന് ആവോളം ഇൽമു കേൾക്കുകയും പറയാൻ ആവശ്യപ്പെടുകയും ചെയ്തതിന്റെ ശേഷം അവസാനം എല്ലാവർക്കും കൂടി മോട്ടിവേഷൻ കൊടുത്തു, ഇൻസ്പിരേഷൻ നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയുള്ള ദിവസങ്ങളിൽ ഇവിടെ സംഘടിപ്പിക്കുന്ന ഇൽമുകളും പ്രതിപാദനങ്ങളും അറിവനുഭവങ്ങളും നന്നായി കേൾക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് പ്രദാനം
പ്രദാനം ചെയ്യട്ടെ. ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുഖിറല്ലാഹു വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദതുഹും ഈമാനാ. സൂറത്തുൽ അംഫാലിലെ 2-ാമത്തെ വാക്യം. മനസ്സ് കടഞ്ഞെടുത്ത ആളുകൾ ആരാണ്? അല്ലാഹ് എന്ന് പറയപ്പെടുമ്പോൾ ഹൃദയം കിടുകിടാ വിറക്കുകയും ഖുർആൻ ഓതുമ്പോൾ മനസ്സിന്റെ തിളക്കം കൂടുകയും ചെയ്യുന്നവരാണവർ. അഥവാ അല്ലാഹ് എന്ന് പറയപ്പെടുന്നിടത്ത്, ഖുർആൻ ഓതുന്നിടത്ത് സമയം ചെലവഴിക്കുമ്പോൾ മനസ്സ് സംശുദ്ധമായി തീരുമെന്ന് പറയാതെ പറയുന്നുണ്ട് സൂറത്തുൽ അംഫാലിലെ ഈ 2-ാമത്തെ വചനം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇൽമു ഉൾക്കൊള്ളാനും ഇൽമു പഠിക്കാനും ഇൽമു അനുസരിച്ച് ജീവിതത്തെ അലങ്കരിക്കാനും നമുക്കെല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ.